സംസ്ഥാനത്ത് കോഴിയിറച്ചി വിലക്കയറ്റം തടയാൻ സർക്കാർ ഇടപെടുന്നു. വിലക്കയറ്റം നേരിടുന്നത് സംബന്ധിച്ച നടപടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച യോഗം ചേരുമെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു. കുടുംബശ്രീ വഴി സംസ്ഥാനത്തുടനീളം ചിക്കൻ വ്യാപാരം നടത്തുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ ലാലിന്റെ ദുരൂഹമരണം പോലീസ് വിശദമായി അന്വേഷിക്കും. സംഭവസ്ഥലത്ത് നിന്നും കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പിനെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മകനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കൊന്നതാണെന്ന് സജിൻ ലാലിന്റെ പിതാവ് ആരോപിച്ചു. ഇന്നലെ പുലർച്ചെയോടെയാണ് ഒറ്റപ്പാലം സ്വദേശിയും പാലക്കാട് യുവമോർച്ച ജില്ലാ സെക്രട്ടറിയുമായ സജിൻ രാജിനെ ശരീരം മുഴുവൻ പൂർണ്ണമായും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വൈകുന്നേരത്തോടെ മരണമടയുകയായിരുന്നു. പൊള്ളലേറ്റ് കിടന്നതിന് സമീപത്ത് തന്നെ തിരുവനന്തപുരം കരമന സ്വദേശിയുടെ പേരിലുള്ള ടാക്സി കാറും ഉണ്ടായിരുന്നു. കാറിനുള്ളിൽ നിന്ന് പെട്രോളും അമ്പിളി എന്നെ ചതിച്ചു എന്നെഴുതിയ ഒരു കുറിപ്പും കണ്ടെത്തി. വൈകുന്നേരത്തോടെ സ്ഥലത്തെത്തിയ സജിൻ രാജിന്റെ ബന്ധുക്കൾ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു. ഒരുപാട് ആളുകൾ പക്ഷെ അവന് ഇവിടെ കൊണ്ട് ചീറ്റ് ചെയ്ത് കൊണ്ട് കൊന്നാണ്. യാതൊരു സംശയമില്ല. എന്റെ മോൻ ആർക്കും ഒരു തെറ്റ് ചെയ്യില്ല. ട്രാവൽ ഏജൻസി നടത്തിയിരുന്ന സജിൻ രാജിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. ഒറ്റപ്പാലം സ്വദേശിയായ സജിൻ രാജ് ആറ്റിങ്ങലിൽ എന്തിനെത്തിയെന്ന് ബന്ധുക്കൾക്ക് പോലും അറിവില്ല. കേസിൽ വിശദമായ അന്വേഷണം നടത്തിയ ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രതികരിക്കാമെന്ന് ആറ്റിങ്ങൽ ASP ആദിത്യ പീപ്പിൾ TVയോട് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.